ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരോപണങ്ങൾ മറികടന്ന് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിന് ഇനി കേവലം 15 ദിവസങ്ങൾ മാത്രം. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളും ഒക്കെയായി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥികൾ കൊമ്പുകോർക്കുകയാണ്. അനിൽ ആന്റണി ആന്റോ ആന്റണി തർക്കം NDAയ്ക്കും UDFനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമാകാനാണ് സാധ്യത. ദേശീയ തലത്തിൽ BJPയുടെ പകപോക്കൽ നയം മൂലം പ്രചാരണത്തിന് പോലും ഫണ്ടില്ലെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പരിതപിക്കുന്നു. ജനങ്ങളുടെ പിന്തുണ UDFനുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും ആന്റോ ആന്റണി അവകാശപ്പെട്ടു. ഞങ്ങളുടെ അധികാരമില്ല, പണമില്ല, ഞങ്ങൾ വെറും കൈയോടെയാണ് ഇറങ്ങുന്നത്. അവിടുത്തെ അതാത് പ്രദേശത്തെ കാര്യങ്ങൾ അതാത് സ്ഥലത്തെ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ജനങ്ങൾ മുഴുവൻ ഞങ്ങളോട് പോവാം. താനാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നതെന്നും നേരിട്ട് തന്നോട് ഏറ്റുമുട്ടി വിജയിക്കാനാകില്ലെന്ന് UDFന് ബോധ്യമായെന്നും ഇതുകൊണ്ടാണ് തനിക്കെതിരെ നെറികെട്ട രാഷ്ട്രീയവുമായി UDF വരുന്നതെന്നും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും വ്യക്തമാക്കി. പിന്നെ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഒരുപാട് മുന്നേറി. ഇന്ന് ഞാനിവിടെ ലീഡ് ചെയ്യുകയാണ്. നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാനൊന്നും ഇവർക്ക് പോകുന്നില്ലെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ന് ഒരുപാട് നെറികെട്ട രാഷ്ട്രീയങ്ങൾ ഒരുപാട് ഇവർ ചെയ്യുന്നുണ്ട്. ED വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി വന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്. നന്ദകുമാർ വിഷയത്തിൽ അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും പരസ്പരം ഏറ്റുമുട്ടുന്നത് LDFന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് LDF നേതൃത്വം. റിപ്പോർട്ടർ, പത്തനംതിട്ട.